ഫ്രണ്ട്സ്, ഓട്ടോ പോയിന്റിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് നമുക്കിന്നിപ്പോൾ ഒരു സ്വിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത്. കൂസോടെ ആംബിയൻ ലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വണ്ടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. തൊടുപുഴ തന്നെയുള്ള വണ്ടിയാണ്. അപ്പോൾ അതേ നമ്മളെ വർക്ക് ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഫസ്റ്റ് ഡോർ പാഡ് ഇപ്പം ഒരു സൈഡിൽ അയച്ചിട്ടുണ്ട്. കൂസോടെ ആംബിയൻ ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്ന ഇതാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇതിൽ നമുക്ക് ആപ്പ് കൺട്രോൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഫുഡ് ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്വിഫ്റ്റിൻ്റെ ബാക്ക് ഡോറിൽ റിക്സിന് കാര്യങ്ങൾ വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് വേണം ആംബിയൻ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അതേ നമ്മുടെ കടയിലെ വിനുവാശം നമ്മുടെ ഡോർ പാഡ് അഴിച്ച് കട്ടിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് 2 ഡോറിൻ്റെ നമ്മുടെ ആംബിയൻ ലൈറ്റിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് നമ്മൾ ആംബിയൻ ലൈറ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് രണ്ടാമത് ചെയ്തതെന്ന് പറയില്ല കേട്ടോ. അത്ര ഒരു ഫിനിഷിങ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആംബിയൻ ലൈറ്റ് ചെയ്താൽ കിട്ടും. നമ്മുടെ ബാക്ക് ഡോറിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ആംബിയൻ ലൈറ്റ് നമ്മൾ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത ഡോറിൻ്റെ ബാക്ക് വശം നമ്മൾ സിലിക്കൺ വെച്ചിട്ട് ശരിക്കും നമ്മൾ പേസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ ബാക്ക് ഡോറിൽ റെക്സിൻ വരുന്ന വണ്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫ്രണ്ട് ഡോറ് നമ്മളിത് ഇപ്പോൾ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ ബാക്ക് ഡോർ ഇത് കട്ട് ചെയ്ത് നമുക്ക് റെക്സിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആംബിയൻറ്റ് ലൈറ്റും കാര്യങ്ങളെല്ലാം ആ ഡോറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ബാക്ക് ഡോർ റെക്സിൻ ചെയ്യാനായിട്ട് നമുക്കൊരു 400 രൂപ കോസ്റ്റേ വന്നിട്ടുള്ളൂ. നമ്മൾ ബാക്ക് ഡോറിലെ ആംബിയൻറ്റ് ലൈറ്റ് ഇത് സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആംബിയൻ ലൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിച്ച് നോക്കുന്നതാണ്. ഇപ്പോൾ ആംബിയൻ ലൈറ്റിൻ്റെ കൂടെ തന്നെ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ കാല് വെക്കുന്നിടത്തായിട്ട് നമുക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ അടിയിലും ലൈറ്റ് വരുന്നുണ്ടോ. ഇതെല്ലാം നമ്മുടെ ഡ്യൂവൽ എല്ലാ കളറിലും വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ വയർ ടേപ്പ് വെച്ച് നല്ല രീതിയിൽ ഇൻസുലേഷൻ ചെയ്താട്ടോ ചെയ്യുന്നത്. വയറിനൊന്നും പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ വയർ ടേപ്പ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അതേ നമ്മൾ സ്വിഫ്റ്റിൽ അവസാന ഘട്ട പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയറിങ് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡാഷ്ബോർഡിൽ ആംബിയൻ ലൈറ്റ് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മോഡിൽ നമുക്കിത് ഈ ലൈറ്റ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാം കേട്ടോ. ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്കകത്ത് തന്നെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഈ കളേഴ്സ് മാറ്റാനും അതുപോലെ ഇത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് സ്വിച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്.